വാത്സല്യവുമുള്ള പ്രിയ ദൈവമക്കളെ, നമ്മളൊരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജൂൺ മാസം നമ്മെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന മാസം കൂടിയാകുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ജൂൺ മാസം 1-ാം ഞായറാഴ്ച വിദ്യാർത്ഥി ഞായറായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു ഞായറാഴ്ചയായിട്ടെന്ന് കരുതാം. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആരാധന അർപ്പിക്കാം. ആരാധനയ്ക്കാതെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ പ്രഭാതം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലും ആലയത്തിലും ഒക്കെ ആയിരുന്ന കർത്താവിനെ ആരാധിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്നെ അറിയുവാൻ, നിന്നെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, നിന്നോട് ചേർന്നിരിക്കാനുള്ള ആത്മീയ കൃപ ഈ ആരാധനയിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർക്കേണമേ. ഞങ്ങളൊക്കെ ഭവനങ്ങളായിരിക്കുമ്പോഴും ആരാധന മുടങ്ങിപ്പോകാതെ സൂക്ഷിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തീരുമാനിക്കുന്ന നവീന സങ്കേതങ്ങളെല്ലാം ഉപയോഗിച്ച്, ഞങ്ങളുടെ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ നാളും ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഈ ആരാധനയെ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ചേർന്ന് ഒരു പാട്ടുപാടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹിമപ്പെടുത്താം. Tore
ഒരുക്കാം. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. നിന്റെ ന്യായപ്രമാണം എന്റെ പ്രിയം, എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കുകയുണ്ട്. എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാൻ ആകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. രണ്ടാമത്തെ സ്തുതിലിത്താനി നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ദിവ്യജ്ഞാനത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ യേശു കർത്താവേ, അനുഗ്രഹീതമായ വിശുദ്ധാരാധനയിൽ നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച സർവജ്ഞാനിയായ ദൈവത്തിന്റെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കുന്നു. മക്കൾക്ക് നിന്റെ കൃപയും ജ്ഞാനവും വിവേകവും ആരോഗ്യവും ബലവും സൽസ്വഭാവവും ദൈവാത്മാവിന്റെ നടത്തിപ്പുകളും ഒക്കെ നൽകണമേ. നിന്നെ നോക്കി വിളിക്കുന്ന, നിന്നെ കാത്തിരിക്കുന്ന യഹോവ ഭക്തന്മാരായ ഞങ്ങൾ സകലരിലും ബുദ്ധിമാന്മാരും ജ്ഞാനികളുമായി തീരുവാൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ആരാധനാ ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കും ഞങ്ങളുടെ അറിവിന്റെ പരിപോഷണത്തിനും ഞങ്ങളുടെ നന്മകൾക്കുമൊക്കെ മുഖാന്തരമാക്കണമേ. യേശു കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഭരമേൽപ്പിക്കുന്നു. രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവിന്റെ പ്രിയ മക്കളെ, ദൈവമുൻപാകെ അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ, അരുതായ്മകൾ,
അശുദ്ധികൾ, അലംഭാവങ്ങൾ, ദൈവത്തോടുള്ള അനുസരണക്കേട് എല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കട്ടെ, നമ്മളെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കട്ടെ. അനുദപിക്കാം, ദൈവമുൻപാകെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ നമുക്ക് വിനയപ്പെടുത്തി അനുതാപ ഹൃദയത്തോടെ, യഥാർത്ഥ പശ്ചാത്താപ ബോധത്തോടെ അനുതാപ പ്രാർത്ഥനയിലെ 4ാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവങ്കിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കൃപയും നമുക്കും സകല ലോകത്തിനും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവീൻ. നമുക്ക് ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠ ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്നത്തേക്കായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 28 വരെ. ഫസ്റ്റ് കിംഗ് ചാപ്റ്റർ 3 വേഴ്സസ് 16 to 28. അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുൻപാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളിക്കലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളിക്കലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല, അതിന് മറ്റേ സ്ത്രീ. അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുൻപാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റൊരാൾക്കും കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിന് അവൾക്ക് കൊടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്ക് വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പിൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചവസാനിച്ചിരിക്കുന്നു.
ദിവസത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 119 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 119 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിപ്പിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. Today's second lesson is taken from the Epistle of James, chapter 1, verses 1 to 8. James chapter 1, verses 1 to 8. James, a servant of God and of the Lord Jesus Christ, to the 12 tribes scattered among the nations, greetings. Consider it pure joy, my brothers, whenever you face trials of many kinds, because you know that the testing of your faith develops perseverance. Perseverance must finish its work, so that you may be mature and complete, not lacking anything. If any of you lacks wisdom, he should ask God, who gives generously to all without finding fault, and it will be given to him. But when he asks, he must believe and not doubt, because he who doubts is like a wave of the sea, blown and tossed by the wind. That man should not think he will receive anything from the Lord. He is a double-minded man, unstable in all he does. Here ends the second lesson. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള ദൈവവചനം കേൾക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 21 മുതൽ 24 വരെ. ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുവാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ ഒരു പാട്ട് പാടാം. തുടർന്ന് കൊച്ചിൻ മഹായിടവകയുടെ അധ്യക്ഷൻ അഭിവന്യ ബേക്കർ നൈനാൻ പെൻ തിരുമേനി തിരുവചന സന്ദേശം
നൽകുന്നതാണ്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്താവിഷയം വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം. പലപ്പോഴും ഏതാ ജ്ഞാനം, ഏതാ അറിവ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. അറിവ് ഏതെന്നും ജ്ഞാനം ഏതെന്നും മനസ്സിലാക്കുവാൻ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണമായി, ഒരു വിരുന്ന് നടത്തുമ്പോൾ അവസാനമായി മധുരം നൽകപ്പെടുന്നു. പൊതുവെ ഐസ്ക്രീം അല്ലത് ഫ്രൂട്ട് സാലഡ് നൽകാറുണ്ട്. ഫ്രൂട്ട് സാലഡ് എന്ന് പറയുമ്പോൾ പല പഴവർഗ്ഗങ്ങളെയും കൂട്ടാണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ തക്കാളിയും പഴവർഗ്ഗത്തിൽ ഉൾപ്പെട്ടതാണ്. ഫ്രൂട്ട് സാലഡിൽ തക്കാളി ചേർക്കേയില്ല. ഏത് പഴവർഗ്ഗങ്ങൾ ചേർക്കണമെന്നും ഏത് പഴവർഗ്ഗങ്ങൾ ചേർക്കരുത് എന്നും തിരിച്ചറിയുന്ന അറിവ് ജ്ഞാനം എന്ന്
പറയുന്നത്. അറിവ് പഠനങ്ങളിലൂടെയും കേട്ടറിവിൽ കൂടിയും വളർത്തുവാൻ സാധിക്കും. വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നതിനെ കുറിച്ച് ഡിക്ഷണറിയിൽ പറയുന്നത് ഇങ്ങനെ: ദ ക്വാളിറ്റി ഓഫ് ഹാവിങ് എക്സ്പീരിയൻസ്, നോളജ് ആൻഡ് ഗുഡ് ജഡ്ജ്മെൻറ്റ്, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് വൈസ്. The quality of having experience, knowledge and good judgment, the quality of being wise. അതായത് അനുഭവവും അറിവും ചേർത്ത് ശരിയായ നല്ല തീരുമാനമെടുക്കുവാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് അനുഭവവും അറിവും ചേർത്ത് ശരിയായ നല്ല തീരുമാനമെടുക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നും ജ്ഞാനത്തിൻ്റെ അടയാളമായി ലോകം കരുതപ്പെടുന്നത് സൊലൊമോൻ രാജാവിനെയാണല്ലോ. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഷേബാരാജ്ഞി സോളമനോട് ചോദിച്ച സകല ചോദ്യങ്ങൾക്കും നിഷ്പ്രയാസമായി ഉത്തരം നൽകുവാൻ സാധിച്ചു എന്ന് ഈ ഭാഗത്ത് പറയുന്നു. എന്തെല്ലാമാ ചോദ്യം ഷേബാരാജ്ഞി ചോദിച്ചത്, കടങ്കഥ എന്തെല്ലാമെന്ന് ഇവിടെ ഒന്നും പറയുന്നതുമില്ല. എന്നാൽ സൊലൊമോൻ രാജാവിനെ ഷേബാരാജ്ഞി പരീക്ഷിപ്പാൻ ഉപയോഗിച്ച ഒരു സംഭവത്തെക്കുറിച്ച് പണ്ട് കാലം മുതൽ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഷേബാരാജ്ഞി 10 കുട്ടികളെ പെൺകുട്ടികളെ പോലെ ഒരുക്കി ഒരേ രീതിയിലുള്ള ഡ്രസ്സ് ധരിപ്പിച്ച് ദൂരെ ഇരുത്തി. ഷേബാരാജ്ഞി സോളമോൻ രാജാവോട് 10 പെൺകുട്ടികളിൽ 5 പേർ ആൺകുട്ടികളാണ്, അത് ആരെല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് പറയുക എന്ന ഒരു ചോദ്യം സോളമോൻ രാജാവിൻ്റെ മുൻപിൽ വയ്ക്കുകയും ചെയ്തു. സോളമോൻ രാജാവ് തൻ്റെ സേവകരോട് 10 കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും നൽകുവാൻ കൽപ്പിച്ചു. അവരവയെല്ലാം കഴിച്ച ശേഷം സോളമോൻ ഷേബാരാജ്ഞിയോട് ഇങ്ങനെ പറഞ്ഞു: അതായത് ഡ്രൈ ഫ്രൂട്ടിൻ്റെയും ആപ്പിളിൻ്റെയും വിത്ത് അല്ലെങ്കിൽ സീഡ്സ് ആരെല്ലാം തങ്ങളുടെ സ്കേർട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടോ അവരെല്ലാം ആൺകുട്ടികൾ. ആരെല്ലാം സീഡ്സ് തങ്ങളുടെ കർച്ചീപ്പിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതോ അവരെല്ലാം പെൺകുട്ടികൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തിരിച്ചറിയുകയും ചെയ്തു. തൻ്റെ അറിവും അനുഭവവും ചേർത്ത് ശരിക്കുള്ള തീരുമാനമെടുക്കുവാൻ സാധിച്ചതിന് ജ്ഞാനം എന്ന് പറയുന്നത്. സൊലൊമോൻ തൻ്റെ അറിവും അനുഭവവും ചേർത്ത് ശരിക്കുള്ള തീരുമാനമെടുക്കുവാൻ സാധിച്ചതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നാമതായി, ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ, ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുന്നു? സോളമോൻ രാജാവ് പറയുന്നത് തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭരണം എടുക്കേണ്ടത് വന്നു. അപ്പോൾ സോളമോൻ ദൈവത്തോട് തൻ്റെ നന്മയ്ക്കായി അല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി അപേക്ഷിക്കുകയും അത് ദൈവം കേട്ട്
ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സോളമോന് ജ്ഞാനം നൽകുകയും ചെയ്തു. അതുകൊണ്ട് സദൃശവാക്യത്തിൽ 2-ാം അധ്യായം 6 പറയുന്നത്, യഹോവയല്ലയോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നത് എന്ന് സോളമോൻ പറയുന്നത്. യഹോവ അല്ലയോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നത് എന്ന് സോളമോൻ പറയുന്നു. യേശുവിൻ്റെ ശിഷ്യനായ യാക്കോബ് ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറിക്കിടക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് എഴുതിയ കത്തിൽ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. യാക്കോബ് 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനം ദൈവത്തിൽ നിന്ന് ഔദാര്യമായി ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതാണ്. രണ്ടാമതായി, ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവരെ എങ്ങനെ നാം തിരിച്ചറിയുവാൻ സാധിക്കും? ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചവരെ എങ്ങനെ നാം തിരിച്ചറിയുവാൻ സാധിക്കും? യാക്കോബ് തൻ്റെ കത്തിൽ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജ്ഞാന ലക്ഷണമായ സംയതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു എന്ന് പറയുക ആണെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം സൗമ്യതയോടെയും നല്ല നടപ്പിൽ കൂടിയും, അതായത് സാക്ഷ്യമുള്ള ജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം സൗമ്യതയോടെയും നല്ല നടപ്പിൽ കൂടിയും, അതായത് സാക്ഷ്യമുള്ള ജീവിതത്തിൽ കൂടി മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നാം പഠനത്തിൽ കൂടിയും കേൾക്കുന്നതിൽ കൂടിയും ലോക അറിവ് വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ അറിവിൻ്റെ കൂടെ ദൈവം ഔദാര്യമായി നൽകുന്ന ജ്ഞാനവും സ്വീകരിച്ച് നമ്മെ ചുറ്റിയുള്ള ജനങ്ങൾക്ക് നന്മകളെ പകർന്നുകൊണ്ട് ജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യക ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി,
മൂന്നാം ദിവസം മത്സ്യബന്ധനെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ വിശുദ്ധാരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ ജ്ഞാനത്തിന്റെ ഉറവിടവും സത്യാന്വേഷകരുടെ ലക്ഷ്യവുമായ ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബുദ്ധിക്കായും അന്വേഷണ കൗതുകത്തിനായും ചിന്തിക്കുന്നതിനുള്ള പ്രാപ്തിക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന് മാത്രം തരുവാൻ കഴിയുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ അന്വേഷിക്കാനും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകാവുന്ന തിന്മകളെയും പരീക്ഷകളെയും അതിജീവിച്ച് ജയം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അറിയുന്നതാണെന്നും എല്ലാ സത്യാന്വേഷണത്തിന്റെയും ലക്ഷ്യം അത് തന്നെയാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സത്യം കണ്ടെത്തുന്നതിലൂടെ ഞങ്ങൾ രൂപാന്തരപ്പെട്ട ജയജീവിതം നയിക്കുവാനിടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. എന്നെ താങ്ങി നട
കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവത്തിന്റെ മക്കളെ, നമ്മെ കേൾക്കുകയും നമ്മെ അറിയുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെ മുൻപാകെ നമ്മെ ഭരമേൽപ്പിക്കും. വചനം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പ് ദൈവം കേൾക്കുന്നു എന്നതാണ്. ദൈവം നമ്മെ കേൾക്കുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്, നമുക്ക് വേണ്ടി അവൻ കരുതുന്നുണ്ട്. ആ ഒരു ഉറപ്പ് വചനം നമുക്ക് തരുന്നു. അവൻ കേൾക്കുക മാത്രമല്ല, സംസാരിക്കുക കൂടി ചെയ്യുന്ന ദൈവം, ആലോചന തരുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലം പകരുന്ന, വാക്കുകൾ പറയുന്ന, സംസാരിക്കുന്ന, ജീവനുള്ള ദൈവം. ദൈവകരങ്ങളിലേക്ക് നമ്മെ നമുക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും: കർത്താവേ, എന്റെ അവിശ്വാസത്തെ എന്നോട് പുറത്ത് വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസത്തിൽ ബലപ്പെടാനും ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അനേക മക്കളുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. നമുക്ക് വേണ്ടി പലവിധമായ ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകരുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സൗഖ്യം നമ്മൾ അനുഭവിക്കുവാൻ പാകത്തിന് നമ്മെ ഭരമേൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായി സ്തോത്രം. ലോക്ക്ഡൌൺ കാരണം ദേവാലയത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഭവനങ്ങളിലായിരുന്നു ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ ദൈവാലയങ്ങളാക്കാനും ഞങ്ങളുടെ കൂടിവരവുകളൊക്കെ ആരാധനകളാക്കാനും കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണം. വ്യത്യസ്തതകളെ കണ്ടെത്താനും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പലവിധമായ താലന്തുകളെ, സാധ്യതകളെ വിനിയോഗിക്കാനും യേശു കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഈ ആരാധന കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണം. മാനസാന്തര അനുഭവം അനുദിനം ഞങ്ങൾക്ക് തരണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നലകളിലും ഇന്നുവരെയും കർത്താവ് ഞങ്ങളെ കരുതിയിട്ടുണ്ട്. യേശുവേ നന്ദി. ഞങ്ങളെ കുടുംബമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബമായി ജോഷുവ പറയുന്നത് പോലെ കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ ദൂരത്തും ചാരത്തും കഴിയുന്നവരെ കർത്താവ് കരുതണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നന്മയും കരുണയും ആയുഷ്കാലത്തോളം കൊടുക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ കൽപ്പന തന്ന കർത്താവെ, ഞങ്ങളുടെ അയൽക്കാരെ അനുഗ്രഹിക്കണമേ. ദൂരദേശത്തും ദൂര രാജ്യങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ എവിടെയാണെങ്കിലും കർത്താവിന്റെ കരം ഞങ്ങളെ പിടിക്കുന്നു. യേശുവിന്റെ സ്തോത്രം. മക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ മറ്റനേകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവനവന്റെ നന്മയല്ല. കർത്താവെ, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളെ ഞങ്ങൾ ഓർക്കും. പ്രത്യേകിച്ച് കോവിഡ് ബാധിതരായി, പോസിറ്റീവായി, വെന്റിലേറ്ററിലും ICUയിലൊക്കെ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കും. യേശു കർത്താവ് അവരെ സൗഖ്യമാക്കണം. രോഗികളായി പലവിധമായ അവസ്ഥകൾ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ വേദനകളിലും നൊമ്പരങ്ങളിലുമൊക്കെ യേശു കർത്താവിന്റെ കരുതലുണ്ടാകണം. ലോകം കടന്നു പോകുന്ന ഈ രോഗാതുര ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തോട് കരുണയുണ്ടാകണം. ലോകത്തെ സൗഖ്യമാക്കണം. രോഗികൾക്കെല്ലാം ശാന്തതയും സ്വസ്ഥതയും കൊടുക്കണം. പലവിധമായ രോഗങ്ങൾ, പലവിധമായ പ്രതിസന്ധികളൊക്കെ ലോകം അനുഭവിക്കുന്നുണ്ട്. യേശു കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ ഓർക്കുന്നു. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളിലൂടെയും
ദൈവാത്മാവിന്റെ ശക്തമായ നടത്തിപ്പ് ലോകം അനുഭവിക്കട്ടെ. യേശുവിന്റെ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ കരങ്ങൾ ഞങ്ങൾ വഹിക്കണമേ. ഹല്ലേലൂയ, സ്തോത്ര. ദൈവമേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നീ സകലവും സാധ്യമാക്കി തീർക്കുന്നവൻ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്ത് ആത്മനിലവോടെ പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കൂടിവരവനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ദേവാലയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിലെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പലവിധമായ ആവശ്യഭാരം ഇരിക്കുന്ന മക്കളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി ഞായറാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഞങ്ങൾ ഓർക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള സാധ്യതയുണ്ടായില്ല. കർത്താവേ, ഈ കോവിഡും പ്രയാസങ്ങളൊക്കെ നീങ്ങി ഞങ്ങളുടെ ഞങ്ങൾക്ക് മക്കൾക്ക് സ്കൂളുകളിൽ പോകാനും കൂട്ടുകൂടി പഠിക്കാനുമുള്ള ഒരു നല്ല അന്തരീക്ഷം കർത്താവ് ഒരുക്കണമേ. എല്ലാ ഭയാശങ്കകളെയും, എല്ലാ രോഗാതുരതകളെയും, എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും അകറ്റി സകല ലോകത്തിന് ആശ്വാസമേകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളെ അനുഗ്രഹിക്കണമേ. നിലവാരമുള്ള കുഞ്ഞുങ്ങളായി, നിത്യരാജ്യത്തിന് അവകാശികളായി, ദൈവത്തെ സ്നേഹിക്കുന്നവരും മാനിക്കുന്നവരുമായി, അവരിന് വേണ്ടി ജീവനതുല്യം കർത്താവെ ശുശ്രൂഷിക്കുന്നവരായിരിക്കാൻ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. അധ്യാപകരെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പലവിധമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കരുതണമേ. സ്വർഗസ്ഥ പിതാവിന് മഹത്വം തരുന്നു, യേശു രാജാവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമുക്ക് തന്ന നന്മകളൊക്കെ ഓർക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷിച്ചതിനും പരിപാലിക്കുന്നതിനും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിനും സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്നെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്നെ സകല ഗന്ധകതായ ബോധം ഞങ്ങൾക്ക് തരയണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും അവർ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിന്റെ ജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പ്രാർത്ഥനയായി നമുക്ക് വീണ്ടും ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടതാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ.
ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും ഞങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ